സാധാരണ ഇങ്ങനെയൊക്കെ പണിയുന്നത് നമ്മുടെ നാട്ടിൽ സിനിമ ഷൂട്ടിംഗ് വരുമ്പോഴൊക്കെയാണ് ഇങ്ങനത്തെയൊക്കെ പണിയാണ്. ഇതിന്റെ സ്ട്രക്ചർ മൊത്തം നിൽക്കുന്നത് ഈ പറഞ്ഞ പോലെ വുഡിലാണ്. ഓസ്ട്രേലിയയിൽ സിമെന്റ് ബിസിനസ് നടക്കില്ല, കുറവായിരിക്കും. കാരണം ഈ മൊത്തം ഇതല്ലേ നടക്കുന്നത്, കമ്പിയും കാണുന്നില്ല. ഈ ഒരു വീട് മൊത്തം ചെയ്തിരിക്കുന്നത് കണ്ടോ. മറ്റൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം കേട്ടോ. ഞാൻ ഓസ്ട്രേലിയയിൽ അങ്ങനെ വന്നപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യം ഇവിടുത്തെ വീടിൻ്റെ കൺസ്ട്രക്ഷനാണ്. അപ്പോൾ ഈ വീടിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഇതൊന്നും കെട്ടിപ്പൊക്കേണ്ട പരിപാടിയാണെന്നുള്ളത്. ഇതൊക്കെ ഫ്രെയിമിൽ, മരത്തിൻ്റെ ഫ്രെയിമിൽ ചെയ്തേക്കുന്ന കാര്യം ഞാനിപ്പോൾ കാണിച്ചു തരാം. അതെ, ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കേട്ടോ, ഇതൊരു ബ്രിക്കാണ് കണ്ടോ, സൗണ്ട് കേട്ടോ. പക്ഷെ ഉള്ളിലെ വാളുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാം ഈ ഒരു വീട് നോക്കിയേ, ഈ ഒരു വീട് മൊത്തം ചെയ്തിരിക്കുന്നത് കണ്ടോ, ജിപ്സും പാർട്ടീഷനും അങ്ങനെ വെച്ചിട്ട്. പക്ഷേ എൻ്റെ പ്രിയ സുഹൃത്ത് അൻവറിൻ്റെ വീടാണ്. അപ്പൊ ഇത് ഇവിടെ സാർക്ക് ഇത് ഇവിടെ എല്ലാം ഇങ്ങനെ ചെയ്യുന്നതല്ലേ, എല്ലാ വീടുകളും പക്ഷെ നമ്മളുടെ പോലെ അകത്ത് ഇങ്ങനെ പാർട്ടീഷൻ ആവുന്നും ഇല്ല അല്ലേ? പിന്നെ ഹീറ്റർ മസ്റ്റ് ആണ് ഈ വീടുകളിലെല്ലാം. തണുപ്പാണ് കൂടുതൽ. ഒരു വർഷത്തില് ഞാനേ നമ്മളിപ്പോ 1-2 വീടുകളിൽ പോയില്ലേ സാർ, ഈ ഭിത്തിയിൽ നിങ്ങൾ തട്ടി നോക്കി. പിന്നെ അതെന്തായാലും സാർക്ക് നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്ന ഒരു വർഷങ്ങളായിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യനല്ലേ. ഇത് മറ്റേ ജിപ്സാണ്. ഇപ്പൊ ഇപ്പൊ അൻവറിന്റെ വീട്ടിൽ നമ്മൾ വന്നപ്പോ മാഷാല്ലാ എല്ലാ സ്ഥലങ്ങളിലും ഉള്ള ഒരു പാർട്ടീഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. നമുക്കേ സാർക്ക് നമുക്കൊരു വീടേ ഇപ്പൊ ഇങ്ങനെ ചെയ്തേക്കുന്ന പുറത്ത് എന്തെങ്കിലും പണിയുന്ന ഒരു വീടൊന്ന് കാണാല്ലേ, ഒന്ന് കണ്ടിട്ടൊന്ന് പറഞ്ഞ കണ്ടേ സാർക്ക്. അൻവറിന്റെ പുറത്തുള്ള വീടിന്റെ ഒരു എക്സ്റ്റീരിയർ ആയി കാണുന്നതേ. അപ്പൊ ഇതെങ്ങനെയാണ് ഇവിടുത്തെ ആളുകൾ മേക്ക് ചെയ്യാന്നുള്ളത് നമുക്കൊന്ന് കണ്ടുകളെ കാണാം. അങ്ങനെ നമ്മളൊരു വീട് പണിയുന്ന ഒരു സ്ഥലത്ത് നിസാർക്കാ ദേ ഇവിടെ നമ്മുടെ ആളുകളൊന്ന് കാണിക്കാനായിട്ട് പോകണം. സാധാരണ ഇങ്ങനെയൊക്കെ പണിയുന്നത് നമ്മുടെ നാട്ടിൽ സിനിമ ഷൂട്ടിംഗ് വരുമ്പോഴൊക്കെയാണ് ഇങ്ങനത്തെയൊക്കെ പണിയാണ് അല്ലേ. മാടം വെക്കുക എന്നൊക്കെ പറയും ഞങ്ങളുടെ നാട്ടില്, കളിക്കാനായിട്ട് ചെറിയ കമ്പൊക്കെ വെച്ച് വെക്കുക. അൻവറെ നിങ്ങൾ ഇങ്ങനെയാണ് പറഞ്ഞത് അല്ലേ? ഇദ്ദേഹത്തിന്റെ വീടാണ് നമ്മൾ കാണിച്ചത്. സാർക്ക് നമുക്കൊന്ന് കേറിട്ടെ കണ്ടേക്കാം സാർക്ക്. പവൻ എപ്പോഴും പറയും നമ്മുടെ നാട്ടിൽ കാണുന്ന ട്രഡീഷണൽ മെത്തേഡിനേക്കാൾ ഉപരി ഒരുപാട് കൺസ്ട്രക്ഷൻ രീതികളുണ്ട്. ഇന്ന് നമ്മുടെ കഥയിലെ നായകൻ പവനില്ല. എന്നിരുന്നാൽ പോലും പടച്ചോൻ പവന് ദീർഘായുസ് കൊടുക്കട്ടെ. പുറത്ത് ഭിത്തിയൊന്നും ഇല്ല അപ്പൊ ഭിത്തിയുണ്ട്. ഈ ഭിത്തി എന്ന് പറയുന്നത് ആക്ച്വലി ഫ്രെയിമിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് അതിന്റെ ഔട്ട് സൈഡ് ഭിത്തി പണിതുകൊണ്ട് ഔട്ട് സൈഡ് മാത്രമേ പണിയുള്ളൂ. ഔട്ട് സൈഡ് മാത്രമേ ഭിത്തി പണിയുള്ളൂ. മുഴുവൻ ഈ ഫ്രെയിം മാത്രം സ്ട്രക്ചർ ചെയ്തിട്ട് പ്ലാസ്റ്റർ ബോർഡ് വെച്ച് കവർ ചെയ്ത്. ഓ, നമ്മുടെ നാട്ടിൽ ഞാനീ പറഞ്ഞ സിനിമ ഷൂട്ടിങ് പോലെ വരുന്നു. അപ്പൊ ഇതൊക്കെ മരത്തിലാണ് സാർക്ക് നിൽക്കണേ? മരത്തിലാണ്. ട്രീറ്റഡ് വുഡാണ്. ഓക്കെ. നാളെ ഇനി എന്തെങ്കിലും പ്രശ്നം വന്നാലും ചെതലൊന്നും വരില്ല അല്ലേ? നമ്മളൊരു ഷെബീദിന്റെ വീട്ടിൽ പോയില്ലേ, അവിടെ അതിന്റെ ഓപ്പോസിറ്റ് ഒരു 125 വർഷം ഇതേപോലത്തെ വീട് പഴക്കമുള്ള വീട് കണ്ടായിരുന്നേ. ഓ യെസ്, നിലനിൽക്കുന്ന പറഞ്ഞു. ഇതിന്റെ സ്ട്രക്ചർ മൊത്തം നിൽക്കുന്നത് ഈ പറഞ്ഞ പോലെ വുഡിലാണ് അല്ലെ. എക്സ്പെൻസ് വൈസ് ഒക്കെ അപ്പൊ വരുമോ, കൂടുതലാവോ? എനിക്ക് നാട്ടിൽ വെച്ച് കമ്പയർ ചെയ്യാൻ അറിയില്ല. എങ്കിലും ഈ ഒരു വീടിന് എത്ര വരും? ഈ ഒരു വീടിന് നിങ്ങളൊരു 3000 സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ ഇപ്പൊ എന്ത് വരും അപ്രോക്സിമേറ്റ്ലി? ഓസ്ട്രേലിയൻ പ്രൈസ് പെർ സ്ക്വയർ മീറ്റർ 150 ആണ് ഇവിടെ. ഡോളർ സ്ക്വയർ മീറ്റർ അല്ല, US ഡോളർ ഓസ്ട്രേലിയൻ ഡോളർ എന്ന് പറയുമ്പോൾ 54 രൂപ ഉണ്ടാവുള്ളൂ. സാധാരണ ഇപ്പൊ ഇവര് പറഞ്ഞ എത്ര വർഷമൊക്കെ വാറന്റി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട്? ഇപ്പൊ ആൾക്ക് സംശയം. നാച്ചുറൽ വാറന്റി ഇവര് 7 വർഷം തരുന്നുണ്ട്. എല്ലാ ബിൽഡറും 7 വർഷം തരുന്നുണ്ട്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ മൊത്തത്തിൽ ഇവരുടെ ഒരു ബിൽഡറായിട്ട് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ 30 വർഷം വരെ വാറന്റി. അല്ല, ശരാശരി പവൻ പറയുന്നതേ ഒരു ബിൽഡിങ്ങിന്റെ ഒരു ലൈഫ് എന്ന് പറഞ്ഞാൽ 40 വർഷമാണ് അല്ലെ? 30 വർഷം തരുന്നുണ്ട്. ഇപ്പൊ ഹൻവറിന്റെ വീട്ടിൽ വെച്ചൊരു ചെറിയൊരു ഹോൾ ഉണ്ടായിരുന്നു. മോളുടെ തല പിടിച്ചത്. പക്ഷെ ഭിത്തിയാണ് പൊട്ടിയത്, തല പൊട്ടിയിട്ടില്ല. യെസ്, സേഫ്റ്റി ഉണ്ട്. പ്ലാസ്റ്റർ തുടങ്ങിയിട്ടില്ല. ഓക്കെ. കവർ ചെയ്യും. ഓസ്ട്രേലിയയിൽ സിമെന്റ് ബിസിനസ് നടക്കില്ല, കുറവായിരിക്കും. കാരണം ഈ മൊത്തം ഇതല്ലേ നടക്കുന്നത്, കമ്പിയും കാണുന്നില്ല അല്ലേ? ഓക്കെ. ഇനി നമ്മുടെ ഷഹദിനോട് പറയണം ഓസ്ട്രേലിയയിൽ വുഡ് തുടങ്ങാം. കെൻസ വുഡ് എന്ന് പറഞ്ഞൊരു പരിപാടി തുടങ്ങാൻ പറഞ്ഞു. TMTക്ക് പകരം
TMT ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാണുന്നുണ്ടോ ഇപ്പൊ? അത് നോക്കി. ഒന്നും കാണുന്നില്ല സാർ, ഒന്നും കാണുന്നില്ല. കാർപ്പൻറ്റേഴ്സിന് നല്ല ഡിമാൻഡാണ്. ആ യെസ്, കാർപ്പൻറ്റേഴ്സിന് എന്തുകൊണ്ട് ഓസ്ട്രേലിയയിൽ ഡിമാൻഡ് വരുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. യെസ് യെസ്. എസ്പെഷ്യലി ഇതിപ്പോ ഒരു വോളിയം ബേസ്ഡ് ബിൽഡിംഗ് ആണെങ്കിൽ ഒറ്റ സൈസ് ആയിരിക്കും. അല്ല നമ്മുടെ രീതിയിൽ വീടിന് ഡിസൈൻ മാറ്റണമെങ്കിൽ അതനുസരിച്ച് സ്ട്രക്ചറും ഫ്രെയിമും ഒക്കെ കാർപ്പൻറ്റേഴ്സിന്റെ സ്കില്ലാണ്. ഇവിടെയൊക്കെ ഈ ചുറ്റിനുമൊക്കെ പണിതേക്കുന്ന വീടുകളെല്ലാം ഇന്റീരിയർ കാണാനൊക്കെ, എക്സ്റ്റീരിയർ ഇന്റീരിയർ കാണാനൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ. അത് മാത്രമല്ല സാർ, എന്നെ വേറെ കാര്യം അത്ഭുതപ്പെടുത്തിയതേ, നമ്മളാ ബ്രിക്കിന്റെ ഷോപ്പിൽ പോയില്ലേ, തേക്കണ പരിപാടിയൊന്നും ഇല്ല കേട്ടോ. ആ ബ്യൂട്ടീനെ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് ചെയ്യണത്. അപ്പൊ എന്തായാലും സന്തോഷം, നമ്മളൊരു വീട് കണ്ട്. നിങ്ങളുടെ ചിരി മാഷാ അല്ലാഹ്. അപ്പൊ വീണ്ടും കാണാം കേട്ടോ. ഓക്കെ അൻവരെ, താങ്ക് യു മാൻ.